നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശരൽക്കാല രാത്രികളിൽ നിങ്ങളുടെ അഭിലാഷങ്ങളെല്ലാം നിറവേറും എന്ന് ഭഗവാൻ ഗോപികൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. നല്ല ശരൽക്കാല സന്ധ്യ. കിഴക്കേദിക്കാകുന്ന സുന്ദരി ചന്ദ്രനാകുന്ന മുഖം കുങ്കുമം കൊണ്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. സുഖസ്പരിശമായ മന്ദമാരുതൻ എല്ലായിടത്തും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തിൽ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ കീഴോട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ യമുനാ നദിയുടെ മണൽത്തിട്ടിൽ ഇരുന്നു കൊണ്ട് വേണുഗാനം ചെയ്തു. ആ വേണുഗാനത്തിൻ്റെ ശബ്ദം വൃന്ദാവനത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി. വിശേഷിച്ച് ഗോപസ്ത്രീകളുടെ ചെവികളിൽ. ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ പശുവിനെ കറക്കണു, ചിലർ കുട്ടികളുടെ കാര്യം ചെയ്തു കൊടുക്കണു, ചിലർ ഭർത്താവിനെ ശുശ്രൂഷിക്കണു, ചിലർ ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണു, ചിലർ സ്വന്തം ശരീരം അലങ്കരിച്ചു കൊണ്ടിരിക്കണു. അവർക്ക് വെറും ഒരു വേണുഗാനം എന്നല്ല ഇത് കേട്ടപ്പോൾ തോന്നിയത്. വരൂ എന്നിങ്ങനെ വിളിക്കണത് പോലെയാണ്. അവർ ശ്രദ്ധിച്ചു, ആരാ ഈ വിളിക്കണേ? കൃഷ്ണനാണ് വിളിക്കണത് എന്ന് അപ്പോൾ മനസ്സിലായി. അതാത് ജോലികൾ അപ്പം അവർ നിർത്തിവെക്കുകയും ചെയ്തു. പശുവിനെ കറന്നുകൊണ്ടിരുന്നവർ പാത്രം വലിച്ചെറിഞ്ഞു, ഭർത്തൃശുശ്രൂഷ മാറ്റിവെച്ചു, കുട്ടികളുടെ കാര്യം മറന്നു, സ്വന്തം ശരീരത്തിനെ പോലും അവഗണിച്ചു. അങ്ങനെയാണ് ഓരോരുത്തരും അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരുത്തി ഒരു കാതിൽ കുണ്ടലം ധരിച്ചു, മറ്റേ കാതിൽ കുണ്ടലം ധരിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. അത് വേണ്ടാന്ന് വെച്ചു. വേറൊരുത്തി ഒരു കണ്ണെഴുതി മറ്റേ കണ്ണിൽ എഴുതാൻ സമയം കിട്ടിയില്ല, അതിനു മുമ്പ് ഈ ശബ്ദം കേട്ടു. ഒരുത്തി കയ്യിൽ മുത്തുമാലെടുത്തു, അത് കഴുത്തിലിടാൻ ഭാവിച്ചപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. പിന്നെ അത് എന്താണെന്ന് നോക്കിയില്ല, അരയിൽ കെട്ടി. വേറൊരുത്തി അരഞ്ഞാണ് കയ്യിലെടുത്തു, അരയിൽ കെട്ടാൻ ഭാവിച്ച സമയത്ത് ഈ ശബ്ദം കേട്ടു. ഇത് മുത്തുമാലയാണെന്ന് വിചാരിച്ച് കഴുത്തിലിട്ടു. ഇങ്ങനെ ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചിം ച കണ്ഠഭുവി ദേവസമാഗതാത്വം. ഇങ്ങനെ ഈ സന്ധ്യ സമയത്ത് താൻ ഏകാകിനിയായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടാൽ ആളുകൾ എന്തു പറയും? അതിനെപ്പറ്റി ആരും ആലോചിക്കേണ്ടായില്ല. ഏറ്റവും പ്രിയപ്പെട്ടവളോട് പോലും നീയുണ്ടോ എന്ന് ആരും ചോദിക്കേണ്ടായില്ല. എന്തുകൊണ്ടെന്നല്ലേ, ഇപ്പോൾ അവരുടെ മാനസിക ലോകത്തിൽ ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. വിളിക്കുന്ന കൃഷ്ണൻ, വിളി കേൾക്കുന്ന താൻ, മൂന്നാമത് ആരുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. നടന്നുപോയി എന്നോ ഓടിപ്പോയി എന്നോ ഒന്നും പറയാനില്ല. ഏതോ ഒരു ശ്രീകൃഷ്ണ പ്രേമധാരയിൽ അവരങ്ങനെ ഒഴുകി 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 എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നു. എല്ലാവരെയും ഭഗവാൻ സ്വാഗതം ചെയ്തു. സ്വാഗതം വോ മഹാഭാഗാഹ. ഹേ ഗോപികളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവരും കൂടി ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ കാരണം? വ്രജത്തിൽ ആപത്തൊന്നുമില്ലല്ലോ അല്ലേ? ആപത്തുണ്ടാകുമ്പോഴാണ് എല്ലാവരും കൂടി എന്നെ സമീപിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്ത് പ്രിയം ആണ് ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്തു തരേണ്ടത്? ഒരു പക്ഷേ ഈ രാത്രി സമയത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനാവും നിങ്ങൾ വന്നത് അല്ലേ? നോക്കൂ, ഈ യമുനാ നദിയിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിൽ ഈ വള്ളികളും പൂക്കളും ഒക്കെ നൃത്തം വെച്ചുകൊണ്ടിരിക്കണു. പോരെങ്കിൽ നിലാവിൽ കുളിച്ചിട്ടുള്ള രാത്രി എത്ര നേരം കണ്ടാലാ മതിയാവുക? പക്ഷേ അധിക നേരം നിങ്ങളിവിടെ നിന്നാൽ ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രജന്യേഷ ഘോരരൂപ, ഘോരമായ രാത്രിയാണ് വരാൻ പോണത്. ഘോരജീവികൾ ഈ വഴിക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അധിക നേരം ഇവിടെ നിൽക്കരുത്, തിരിച്ചു പോവൂ. നിങ്ങളൊക്കെ പതിവ്രതകളാണല്ലോ. പതിവ്രത ഒരിക്കലും ഭർത്താവിനെ വിട്ട് മറ്റൊരു ദിക്കിലേക്ക് പോകരുത് എന്നല്ലേ നിയമം? ഭർത്താവ് ഒരുപക്ഷെ അന്ധനാവാം, ജഡനാവാം, രോഗിയാവാം, വൃദ്ധനാവാം. എന്നാലും ഭർത്താവിനെ വിട്ട് പതിവ്രത മറ്റൊരു ദിക്കിലേക്ക് പോകരുത് എന്നാണ് നിയമം. അങ്ങനെ പോയാൽ അത് അസ്വർഗ്യം അയശസ്യം ച. അതുകൊണ്ട് പാപവും ദുഷ്പേരും ആണ് ഉണ്ടായിത്തീരുക. ഒരുപക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടാവാം അല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പുറപ്പെട്ടത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന്. നിങ്ങൾ എൻ്റെ കഥകൾ പറയാറുണ്ട്, എൻ്റെ കഥകൾ ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട്, എന്നെ ധ്യാനിക്കാറുണ്ട്. അത്രയൊക്കെ വേണ്ടൂ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ.
എപ്പോഴും എൻ്റെ അടുക്ക് ഇങ്ങനെ നിന്നോളണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അധിക നേരം ഇവിടെ നിൽക്കാതെ നിങ്ങളെല്ലാവരും തിരിച്ചു പോവിൻ എന്ന് ഭഗവാൻ. ഇത് ഗോപികൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു. വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഇവിടെ വന്നപ്പോൾ കൃഷ്ണൻ പോവൂ എന്നാ പറയണത്. അവർക്ക് വല്ലാതെ ദുഃഖം തോന്നി, അതോടൊപ്പം വലിയ ലജ്ജയും തോന്നി. നിലത്ത് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ വരച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവർ പറഞ്ഞു, പോവൂ എന്ന് കൃഷ്ണൻ പറയുമ്പോൾ പോണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ പാദവും പദം ന ചലത, ഈ കാലുകൊണ്ട് ഞങ്ങളെങ്ങനെ ഇനി തിരിച്ചു പോവും? ഇത് ചോദിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കണ്ണിലിങ്ങനെ വെള്ളം പൊടിയണത് ഭഗവാൻ കണ്ടു. എന്തിനാ മുഗ്ധകളായ ഈ ഗോപികളെങ്ങനെ കരയിക്കണേ എന്ന് ഭഗവാന് തോന്നി. അവരുടെ ഇടയിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്നു. അല്ല, നിങ്ങളെന്താ അങ്ങനെ കരയാൻ ഭാവിക്കണേ? ഞങ്ങളോട് തിരിച്ചു പോകൂ എന്നല്ലേ കൃഷ്ണൻ പറഞ്ഞത്. അപ്പം പിന്നെ ഞങ്ങളെങ്ങനെയാ കരയാതെ കണ്ടിരിക്കുക? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പം പോവണ്ട, ഇത് നല്ല മനോഹരമായ രാത്രിയാണ്, നമുക്ക് ഇവിടെ കുറച്ച് നേരം വർത്തിക്കാം, ഇതല്ലേ ഞാൻ പറഞ്ഞത്. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെയല്ല മനസ്സിലായത്. അത് നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ തെറ്റ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അവരുടെ ഇടയിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്നു. അവിടെ ഇരിക്കൂ. എല്ലാവരെയും ഭഗവാൻ സ്വാഗതം ചെയ്തു. എല്ലാവരും ആ മണൽത്തിട്ടിലിരുന്നു. ഓരോരുത്തരുടെയും അടുക്കൽ ഭഗവാൻ ചെന്നു. പോരുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളാണ് ഓരോ ഗോപികൾക്കും ഉണ്ടായിരുന്നതെന്നോ, എന്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ വന്നത്, ആ പ്രതീക്ഷകളെല്ലാം ഭഗവാൻ നിർവഹിച്ചു കൊടുത്തു. കൃഷ്ണനെ വേണ്ടുവോളം ഓരോ ഗോപിയും അനുഭവിച്ചു എന്ന് മാത്രമല്ല, ഓരോ ഗോപിക്കും തോന്നിത്തിറങ്ങി കൃഷ്ണന് എന്നോടാണധികം ഇഷ്ടം, എന്നോടാണധികം ഇഷ്ടം എന്ന്. അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല. അതും കഴിഞ്ഞ് അതിനപ്പുറം ഓരോരുത്തർക്ക് തോന്നിത്തിറങ്ങി, ഇനി കൃഷ്ണൻ എന്നെ വിട്ട് വേറെ എവിടേക്കും പോവില്ല എന്ന്. കൃഷ്ണനെ ഞാൻ വരച്ച വരയിൽ നിർത്തും എന്ന്. അങ്ങനെയൊക്കെ വിചാരിച്ചാലത്തെ ആ സാഹസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഗുരുവായൂരപ്പനെ വരച്ച വരയിൽ നിർത്തും എന്ന് ഭക്തൻ വിചാരിക്കാൻ തുടങ്ങിയാൽ ഏകദേശം അതേപോലെയായി ഇവരുടെ മനസ്സ്. എന്താ അതിങ്ങനെ വരാൻ എന്ന് ഭഗവാൻ ആലോചിച്ചു. ഇവരുടെ മനസ്സിൽ പ്രശമത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലേശം കുറവുണ്ട്. അതുണ്ടാവട്ടെ എന്ന് കരുതി പ്രശമായ പ്രസാദായ തത്രൈവ അന്തരധീയത, പെട്ടെന്ന് ഭഗവാൻ മറിയുകയും ചെയ്തു. അവർ വിളിച്ചു പറഞ്ഞു, കൃഷ്ണ വേഗം വന്നോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവർ കാത്തിരുന്നു, കണ്ടില്ല. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു. അവർ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഇതിലെ കൃഷ്ണൻ പോയിട്ടുണ്ട് എന്ന്. കാരണം കൃഷ്ണൻ്റെ കാലടിപ്പാട് നല്ലോണം തെളിഞ്ഞിങ്ങനെ കാണുന്നു. പോരാ, കൃഷ്ണൻ്റെ കൂടെ ഒരു ഗോപിയും നടന്നു പോയിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ കാലടിപ്പാടും കാണാനുണ്ട്. വളരെ വളരെ സൂക്ഷ്മദൃഷ്ടികളായിട്ടാണ് അവർ അന്വേഷണം നടത്തിയത്. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗോപി അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് പിന്നെ അവർ കണ്ടത്. ഈ ഗോപിയെയാണ് ആളുകൾ രാധ എന്ന് വിളിക്കാറുള്ളത്. കൃഷ്ണനെ നല്ലോണം ആരാധിച്ചു. അതുകൊണ്ടാണ് രാധ എന്ന പേര് ഈ ഗോപിക്ക് കൈവന്നത് തന്നെ. ആ ഗോപിയുടെ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ചു. അവരൊന്ന് വീശിക്കൊടുത്തു. അപ്പോൾ ഗോപി കണ്ണു തുറന്നു. എന്താ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണേ എന്ന് ചോദിച്ചപ്പോൾ ആ ഗോപി പറഞ്ഞു, നിങ്ങളെ വിട്ട് കൃഷ്ണൻ നടന്നപ്പോൾ എന്നെയും കൂടി ഒപ്പം കൊണ്ടു നടന്നു. കുറേ നേരം നടക്കുക കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത തളർച്ച, എന്നെ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. തോളത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞു കൃഷ്ണൻ. കൃഷ്ണൻ അവിടെ ഇരുന്നു. ഞാൻ തോളത്ത് കയറാൻ വേണ്ടി കാല് പൊക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷത്തിൽ കൃഷ്ണനെ കാണാനുമില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ കൃഷ്ണൻ എവിടെ എന്ന്. ഹാ നാഥരമണ പ്രേഷ്ഠ ക്വാസി മഹാഭുജ. അതോടുകൂടി ഞാൻ മറിഞ്ഞു വീണതാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് നടക്കാൻ പറ്റി, എനിക്കതുപോലും പറ്റിയില്ല. ഇങ്ങനെ അന്വേഷിച്ച് നടന്നാൽ കൃഷ്ണനെ കാണാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു പോവുക, അതല്ലേ നല്ലത്. എല്ലാവരും അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോഴും അവർക്ക് പറയാനുള്ളതെല്ലാം കൃഷ്ണനെക്കുറിച്ചായിരുന്നു. കേട്ടുകൊണ്ടിരുന്നത് കൃഷ്ണനെക്കുറിച്ചായിരുന്നു. ചിന്തിച്ചു കൊണ്ടിരുന്നത് കൃഷ്ണനെക്കുറിച്ച് മാത്രം ആയിരുന്നു. ആ പോരുന്ന വഴി സന്ധ്യനേരത്ത് ഭഗവാൻ ഓടക്കുഴലൂതിയ ആ രംഗത്തങ്ങോട്ട് എത്തിയതോടെ ഒരു ഗോപിക്ക് എന്തെന്നില്ലാത്ത ഒരു കൃഷ്ണാവേശം.
സ്വയം അറിയാതെ ഒരു പാട്ടങ്ങോട്ട് പാടിപ്പോയി. ജയതിതേധികം ജന്മനവ്രജശ്രയത ഇന്ദിരാശശ്വതത്രഹി. ഒരു ഗോപി ഇങ്ങനെ പാട്ടുപാടിയപ്പോൾ അടുത്ത ഗോപി വേറൊരു പാട്ട് പാടി. ശരദുദാശയേ സാധുജാത സൽസരസിജോദര ശ്രീമുഷാദൃശ. ഭഗവാൻ അവരുടെ മുമ്പിൽ ഇങ്ങനെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലോ എന്നിങ്ങനെ ആലോചിച്ചു. വരട്ടെ വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്ത് കാത്ത് കാത്തിങ്ങനെ ഇരുന്നു. ഏതാനും ഗോപികൾ ഓരോരോരോ പാട്ടുകൾ ഇങ്ങനെ പാടിപ്പാടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി മറഞ്ഞു നിൽക്കുകയ്യ എന്നായി. ഭഗവാൻ പെട്ടെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഇങ്ങനെ ഈ സമയത്ത് കൃഷ്ണനെ കാണും എന്ന് അവർ പ്രതീക്ഷിക്കേണ്ടായില്ല. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം കണ്ടതോടെ ചില ആളുകൾ ഇടത്തെ കയ്യിൽ പിടിച്ചു, ചില ആളുകൾ വലത്തെ കയ്യിൽ പിടിച്ചു, ചിലർ കാലിൽ കയറി പിടിച്ചു, ചിലർ നമസ്കരിച്ചു. ഒരു ഗോപി ഒരൽപ്പം ക്രോധഭാവത്തോടുകൂടി ഘനതീ വൈക്ഷൽ കടാക്ഷേപൈഹി ചുണ്ടിങ്ങനെ അല്പം കടിച്ച് പുരികക്കൊടി ഒന്നിങ്ങനെ വളച്ച് ലേശം ഒരു തുറിച്ചു നോക്കുന്ന മട്ടിൽ ഇനി എന്തിനാ കൃഷ്ണൻ എനിക്ക് എന്ന് ചോദിക്കാനാണ് ഭാവിച്ചത്. പക്ഷേ അപ്പോഴേക്കും ആ ഗോപിയുടെ കണ്ണിൽ വെള്ളം പൊടിഞ്ഞുപോയി. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഈ ആപത്തിൻ്റെ പടുകുഴിയിൽ അങ്ങോട്ട് വീഴുമ്പോഴാണ് ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു എന്നങ്ങോട്ട് തോന്നുക. ഇനി എന്തിനാ ഭഗവാൻ എന്ന് ചോദിക്കാൻ എന്നാലും ഒരു ഭക്തന് സാധിക്കുമോ? ഭഗവാന്റെ മുമ്പിൽ ചെന്ന് മണിയടിച്ച് സത്യം ചെയ്യുക, ഇനി ഞാൻ തൊഴാൻ വരില്ല എന്ന്. അങ്ങനെയൊക്കെ വിചാരിക്കാൻ ഭാവിച്ചാൽ തന്നെ കണ്ണിൽ വെള്ളം വരും ഭഗവാനോട് സ്നേഹമുള്ള ആളുകൾക്ക്. ആ ഗോപിയുടെ കഥയും അങ്ങനെയായിരുന്നു. സജലലോചനം വീക്ഷിതോ ഭവാൻ. ഈ ശ്രീകൃഷ്ണൻ്റെ നേർക്കുള്ള പ്രേമത്തിൻ്റെ വിഷയത്തിലും എല്ലാ ഗോപികളും ഒരുപോലെ ആയിരുന്നില്ല. പലരും പല തട്ടിലായിരുന്നു. ഭഗവാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അറ്റം മുതൽക്ക് ആ അറ്റം വരെ എന്നെ അന്വേഷിച്ചിങ്ങനെ നടന്നു. ഞാനാണെങ്കിലോ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു താനും. നിങ്ങൾ കണ്ണ് തുറന്നു നോക്കിയില്ല, അതുകൊണ്ടാണ് എന്നെ കാണാതെ കണ്ടിരുന്നത്. ഭഗവാൻ പറഞ്ഞത് പരമാർത്ഥമല്ലേ? ഉൾക്കണ്ണ് തുറന്ന് നോക്കണം, എന്നാലേ ഭഗവാനെ കാണാൻ സാധിക്കൂ. നിങ്ങൾ നടന്ന് നടന്ന് തളർന്നിരിക്കുന്നു, കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ. എല്ലാവരും ആ മണൽത്തിട്ടിലിരുന്നു. ഭഗവാൻ അവരുടെ എല്ലാവരുടെയും അടുക്ക വന്നിരുന്നു. ഓരോരുത്തരുടെയും ശരീരത്തിൽ വേർപ്പ് തുള്ളികളുണ്ടായിരുന്നു. ഭഗവാൻ സ്വന്തം കൈകൊണ്ട് ആ ഗോപികളുടെ വേർപ്പ് തുള്ളിയെല്ലാം തുടച്ചു കൊടുത്തു. ഭഗവാന്റെ കൈകൊണ്ടുള്ള സ്പർശം ശംതമേന അംഗപാണിന. ഇനി ഇതിലേറെ ആനന്ദം ഒരാൾക്ക് പകർന്നു കിട്ടാനില്ല. അത്രയും ആനന്ദം നൽകുന്നതാണ് ഭഗവാന്റെ ഈ കയ്യ്. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു. കൃഷ്ണൻ തന്നെ ഉപേക്ഷിച്ചു എന്ന ധാരണ എല്ലാ ഗോപികളുടെയും ഹൃദയത്തിൽ നിന്ന് നീങ്ങി. ഒരു ഗോപി ഇതിനിടയ്ക്ക് ഭഗവാനോട് ചോദിച്ചു, ഈ സ്നേഹം പലതരത്തിലാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലർ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, അങ്ങനൊരു വക. ചിലർ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കില്ല, അങ്ങനൊരു വക. വേറെ ചിലർ നേരെ മറിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും, ഇങ്ങനൊരു വക. കൃഷ്ണൻ്റെ സ്നേഹം ഏതിലാ പെടുക? ഈ പറഞ്ഞതിലൊന്നിലും പെടില്ല എന്ന് പറഞ്ഞു ഭഗവാൻ. ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കാം, അത് സ്നേഹം എന്ന് പറയാൻ വയ്യ, അതൊരു കച്ചവടം പോലെ എന്ന് കണക്കാക്കിയാൽ മതി. പിന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവരുണ്ട്. അവര് രണ്ട് തരക്കാരാണ്. ആത്മാരാമാഹ ആപ്തകാമാഹ അകൃതജ്ഞാ ഗുരുദ്രുഹ. ആത്മാരാമന്മാർ ഒരു യോഗീശ്വരൻ ഇരുന്നിങ്ങനെ തപസ് ചെയ്യുമ്പോൾ വിശറിയെടുത്തൊന്ന് വീശിക്കൊടുക്കുക. പ്രത്യുപകാരം ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. ഇങ്ങനൊന്ന് ചെയ്തു കൊടുക്കണം എന്ന് ആ ആൾ പ്രതീക്ഷിക്കണമില്ല. ആത്മാരാമന്മാർ ആപ്തകാമന്മാർ അങ്ങനെയാണ്. അവരിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കണ്ട. ഇനി വേറെ ചിലരുണ്ട്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരമൊക്കെ സ്വീകരിക്കും, പ്രത്യുപകാരം ചെയ്യില്ല. ഇവരെ എന്താ പറയുക? കൃതഘ്നന്മാർ എന്ന് പറയാം. പിന്നെ എൻ്റെ സ്നേഹത്തിനെ പറ്റി നിങ്ങൾ ചോദിച്ചില്ലേ? മയാ പരോക്ഷം ഭവതാ തിരോഹിതം. എൻ്റെ സ്നേഹം പിന്നാലെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പ്രത്യക്ഷമായിട്ട് ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല, പിന്നാലെ ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ സ്നേഹം നമ്മുടെ പിന്നാലെ ഉണ്ടോ? ചില സമയത്ത് പ്രത്യക്ഷമായിട്ട് കാണാറുണ്ട്, തീർച്ച. അത് പറയാറുമുണ്ട്. അതെപ്പോഴാണെന്നോ? ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, വാഹനം ഒരു ദിക്കിൽ കൊണ്ടുപോയി ഇടിച്ചു.
എൻ്റെ അടുത്തിരുന്ന ആൾക്ക് പരിക്ക് പറ്റി, എനിക്ക് മാത്രം ഒന്നും പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ പറയുക, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, എനിക്കൊന്നും പറ്റിയില്ല എന്ന്. ഈ സമയത്ത് മാത്രമേ ഉള്ളൂ അനുഗ്രഹം. എല്ലാ സമയത്തും ഭഗവാന്റെ ഈ അനുഗ്രഹം, ഭഗവാന്റെ കരുണാകടാക്ഷം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഓർക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റണമെങ്കിൽ, വാക്കുകൊണ്ട് പറയാൻ പറ്റണമെങ്കിൽ, ഈ വിരൽ ഒന്ന് അനക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ? വേണം. നമ്മൾ ഈ ലോകത്തിലേക്ക് പോന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു? ഒരു യാത്ര പുറപ്പെടുമ്പോൾ അവനവന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒപ്പം കയ്യിലെടുക്കാറുണ്ടല്ലോ. ഈ ലോകത്തിലേക്ക് പോന്നപ്പോൾ എന്തൊക്കെ കയ്യിലെടുത്തു? ആകെ 1.5 ചാൻ നീളമുള്ള ഒരു ശരീരവും ആയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ട സാധനങ്ങൾ ആര് തന്നു? കുടിക്കാൻ വേണ്ട വെള്ളം ആര് തന്നു? ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ഓക്സിജൻ ആര് തന്നു? താമസിക്കാൻ ഇടം ആര് തന്നു? ആരെങ്കിലും ഇതിനെപ്പറ്റി ഓർക്കാറുണ്ടോ? നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കണു. ഇത്രയെല്ലാം ഭഗവാൻ നമുക്ക് തന്നിട്ട് ഭഗവാന് വേണ്ടി നമ്മൾ അങ്ങോട്ട് എന്തു കൊടുത്തു? അത് ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഞെട്ടിപ്പോവുക. നമ്മളെപ്പോലെ കൃതജ്ഞന്മാരാരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? പോരാ, ഇന്നതൊക്കെ ചെയ്തുകൊണ്ട് നീ ജീവിക്ക് എന്ന് ഭഗവാൻ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണോ നമ്മൾ ജീവിക്കണത്? അതും അല്ല എന്ന് പറയേണ്ടി വരും. മയാ പരോക്ഷം ഭജതാ തിരോഹിതം. ഗോപസ്ത്രീകളോട് ഭഗവാൻ പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ സ്നേഹം പിന്നാലെ പിന്നാലെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന്. അതെ, നമ്മൾ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നേരം പാഴാക്കണ്ട. നല്ല മനോഹരമായ രാത്രി സമയം നമുക്കൊന്ന് നൃത്തം വെച്ചാലോ? എല്ലാവരും പെട്ടെന്ന് ഞങ്ങൾ എഴുന്നേറ്റു നൃത്തം വയ്ക്കുക എന്ന് പറഞ്ഞ്. ഈ നൃത്തം വയ്ക്കൽ ഇങ്ങനെ മതിയോ? നല്ല വേഷം കെട്ടിയിട്ട് വേണ്ടേ? നീ എവിടെയാ വേഷവിധാനം? നിങ്ങൾ ഓരോരുത്തരും ഓരോ വള്ളിക്കുടലിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുക. ഗോപികൾ നോക്കിയപ്പോൾ അനേകം വള്ളിക്കുടലുകൾ. ഓരോ ഗോപി ഓരോ വള്ളിക്കുടലിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. അവിടെ വേഷം കെട്ടാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പൊട്ടു തൊടാൻ കുങ്കുമമുണ്ട്, കണ്ണെഴുതാൻ അഞ്ജനമുണ്ട്, കാതിൽ ധനിക്കാൻ കർണാഭരണങ്ങൾ, തലയിൽ ചൂടാൻ മുല്ലമാല, അവനവന് ഇഷ്ടമുള്ള പട്ടുസാരികൾ, ഒരു കണ്ണാടിയും അവിടെ വച്ചിട്ടുണ്ട്. ഓരോ ഗോപിയും ഭംഗിയായിട്ട് ഇവിടെ വേഷം കെട്ടി വള്ളിക്കുടലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഓരോ കൃഷ്ണൻ അവിടെ. അങ്ങനെ ഓരോ ഗോപി ഓരോ കൃഷ്ണൻ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് രംഗത്തിലേക്ക് വന്നു. ഇങ്ങനെ എത്ര ഗോപികളുണ്ടോ അത്രയും കൃഷ്ണന്മാർ. എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചപ്പോൾ എങ്ങനെയായി? ഗോപി കൃഷ്ണൻ, ഗോപി കൃഷ്ണൻ, ഗോപി കൃഷ്ണൻ എന്നിങ്ങനെ. 2 ഗോപികൾക്കിടയിൽ ഒരു കൃഷ്ണൻ, 2 കൃഷ്ണന്മാർക്കിടയിൽ ഒരു ഗോപി. ഇങ്ങനെ എല്ലാവരും കൂടി വൃത്താകൃതിയിൽ ഇങ്ങനെ നിന്നപ്പോൾ നടുവിൽ ഒരു കൃഷ്ണൻ ഗോപി ഇല്ലാതെ കണ്ട്. ആ കൃഷ്ണൻ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓടക്കുഴൽ ഊതുന്നു. നൃത്തം ഭംഗിയാവണം എന്ന് വെച്ചാൽ പാട്ടും കൂടി വേണം. ഇനിയും 1000 ഗോപികളും കൂടി വരികയാണെങ്കിൽ 1000 കൃഷ്ണന്മാരുണ്ടാവും. അപ്പോഴും ഗോപി ഇല്ലാതെ കണ്ട് ഒരു കൃഷ്ണൻ അവശേഷിക്കും എന്ന് തീർച്ച. ഓരോ ഗോപിയും പരിപൂർണനായ കൃഷ്ണനിൽ നിന്ന് പരിപൂർണനായ കൃഷ്ണനെ അടർത്തിയെടുത്തു. എന്നിട്ടും പരിപൂർണനായ കൃഷ്ണൻ അവിടെ അവശേഷിച്ചു എന്നർത്ഥം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തിനെ എടുത്താലും പൂർണ്ണം അവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പ്രത്യക്ഷമായ ദൃഷ്ടാന്തം എന്ന മട്ടിൽ ഭഗവാൻ അവിടെ ശോഭിച്ചു. അപ്പോഴേക്കും ആകാശത്തിൽ ആളുകളെല്ലാം വന്നു നിറഞ്ഞു. ഭഗവാന്റെ ആ കാൽവെപ്പിനനുസരിച്ച് അവർ ഭംഗിയായിട്ട് താളം കൊട്ടി. ആദ്യം അടന്തകാലത്തിലാണ് നൃത്തം തുടങ്ങുക. അത് ക്രമേണ ദ്രുതകാലത്തിൽ അങ്ങനെ മുറുകി അതിൻ്റെ മൂർധന്യദശയിലെത്തിയാൽ ഒന്ന് നിൽക്കും. ഗോപസ്ത്രീകൾ അപ്പോഴേക്കും തളർന്നിട്ടുണ്ടാവും. കുറച്ചു നേരം വിശ്രമം. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടന്തകാലത്തിൽ നൃത്തം ആരംഭിക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ജലസ്ഥല പ്രസൂന ഗന്ധ അനിലജുഷ്ടദിക്തടേ, പർവ്വതത്തിൻ്റെ സാനുപ്രദേശത്ത്, മണൽത്തിട്ടിൽ, ജലത്തിൽ, സ്ഥലത്തിൽ, പല സ്ഥലങ്ങളിലും ഗോപസ്ത്രീകളെ ഇങ്ങനെ ഭഗവാൻ ആനന്ദിപ്പിച്ചു. എത്രത്തോളം ഈ കൃഷ്ണാനന്ദം അനുഭവിക്കാമോ അത്രയും ഈ ഗോപസ്ത്രീകൾ അനുഭവിച്ചു. ഇപ്പോൾ ഈ ഗോപസ്ത്രീകളുടെ സ്ഥിതി എന്താ? അതോ ബ്രഹ്മശങ്കരമുഖാനപീഹ, ബ്രഹ്മാവ് ശിവൻ മുതലായ ദേവന്മാരും കൂടി ഈ ഗോപസ്ത്രീകളെ കണ്ടാൽ തൊഴും. ആ അവസ്ഥയിലേക്ക് അവരെ ഭഗവാൻ ഉയർത്തി. ഇവർക്ക് എന്തറിയാം എന്ന് ചോദിച്ചാൽ എന്താ അറിയാം? പാലും മോരും വിൽക്കാനറിയാം, തൈര് കേൾക്കാനറിയാം, മറ്റൊന്നും അറിഞ്ഞുകൂടാ.
പക്ഷേ എങ്ങനെയാണ് കൃഷ്ണനെ സ്നേഹിക്കേണ്ടത് എന്ന് അവർക്ക് നല്ലോണം അറിയാം. കൃഷ്ണനെ അതിയായി സ്നേഹിച്ചു, അതിൻ്റെ പേരിലാണ് ഇവരൊക്കെ പൂജ്യകളായി തീർന്നത്. ഇതവർക്ക് മാത്രമുള്ളതാണ് എന്നും വിചാരിക്കേണ്ട. അവരെപ്പോലെ ആരെല്ലാം ഭഗവാനെ നിർവ്യാജമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവർക്കെല്ലാം പരിപൂജ്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഇങ്ങനെ ഗോപസ്ത്രീകളെ വിളിച്ചു വരുത്തി ഭഗവാൻ രാസലീല ആടിയ ഈ രംഗം ഉണ്ടല്ലോ, ഇത് ഭാഗവതത്തിൽ 5 അധ്യായം കൊണ്ടാണ് വർണ്ണിക്കുന്നത്. ഇതിന് രാസപഞ്ചാധ്യായി എന്നാണ് പേര്. രാസപഞ്ചാധ്യായി പതിവായിട്ട് അനുസ്മരിച്ചാൽ ഒരു ഫലശ്രുതി ഇവിടെ പറയുകയാണ്, ഹൃദ്രോഗമശ്വപഹിനോതി അചിരേണ ധീര. ഹൃദ്രോഗം തീരും എന്ന്. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ എന്താ? രക്തക്കുഴൽ പൊട്ടിപ്പോവുക, അടഞ്ഞു പോവുക, ഇതൊക്കെ ഒരു തരം ഹൃദ്രോഗം തന്നെയാണ്. എങ്കിലും ഈ വക ഹൃദ്രോഗങ്ങളൊക്കെ മാറ്റാൻ ഡോക്ടർമാർക്ക് സാധിക്കും. ഡോക്ടർമാർക്ക് മാറ്റാനാവാത്ത ഹൃദ്രോഗമുണ്ട്. അതൊരുമാതിരി എല്ലാവർക്കും ഉണ്ട്. അന്യൻ നന്നാവണത് കണ്ടുകൂടായ്മ, ഇതിന് ഈർഷ്യ എന്ന് പേര്. അന്യൻ്റെ ഗുണങ്ങളിൽ പോലും ദോഷം ആരോപിക്കുക, ഇതിന് അസൂയ എന്ന് പേര്. ഇങ്ങനെ ഈർഷ്യാസൂയാദികൾ, രാഗദ്വേഷാദികൾ, ഈ മാതിരിയുള്ള രോഗങ്ങളൊക്കെ നിശേഷം തീരും പതിവായിട്ട് രാസപഞ്ചാധ്യായി അനുസ്മരിച്ചാൽ. നമ്മൾ പതിവായിട്ട് രാസപഞ്ചാധ്യായി അനുസ്മരിക്കാറില്ല. എന്നാലും ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ഇന്ന് രാസപഞ്ചാധ്യായി അനുസ്മരിച്ചു. നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തരം രാഗദ്വേഷാദികളും ഈർഷ്യാസൂയാദികളും നിശേഷം ശമിപ്പിച്ച് നമ്മുടെ ഓരോരുവൻ്റെയും മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രീഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ കരുണാകടാക്ഷം എല്ലാവരിലും ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കഥയിലേക്ക് കടക്കാം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.